വെൽക്കം ബാക്ക് ടു റൈൻ റോക്സ്. അപ്പം ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒബ്ലക്കാണ്. ഗൈസ്, ഈ ഒബ്ലക്ക് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും, പക്ഷെ അറിയത്തില്ലാത്തവർക്ക് ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര പ്രഷറിൽ ഈ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിലേക്ക് ഇടിച്ചാലും അത് ഒരിക്കലും നമ്മുടെ കൈ അതിൻ്റെ അകത്തേക്ക് പോകൂല. എത്ര പ്രഷർ കൊടുക്കുന്നോ നമ്മൾ അതിൻ്റെ അനുസരിച്ച് തിരിച്ച് ബൗൺസായി പോകുന്നതായിരിക്കും. പിന്നെ ഇത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്ന് പറയാൻ പറ്റൂല, കാരണം ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആണെങ്കിലും പക്ഷെ ഇത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് അറിയുക. അപ്പം ഗൈസ്, നമുക്ക് ടൈം ഒന്നും കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നമ്മുടെ ഇവിടെ റീവില്ല, റീവിന് 4 മണിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പം നമുക്ക് ഇത് ചെയ്യാം ഗൈസ്. നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താന്ന് നോക്കാം. ആദ്യം ഗൈസ് നമുക്കൊരു പാത്രം വേണം. പിന്നെ ഗൈസ് നമുക്ക് വേണ്ടത് റെഡ് കളർ. ഇപ്പം ഗൈസ് നിങ്ങൾക്ക് റെഡ് കളറോ ഗ്രീൻ കളറോ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഗൈസ്. പിന്നെ ഈ ഗൈസ് നിങ്ങൾക്കിപ്പം പൗഡറായിട്ട് ഇത് കിട്ടുന്നെങ്കിൽ നിങ്ങളിത് ഈ പൗഡർ ഒരു ഗ്ലാസിൻ്റെ അകത്ത് കിട്ടി കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്താക്കി മതി. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ വേണം ഗൈസ്. ഈ കോൺഫ്ലവർ കോൺ സ്റ്റാർച്ച് എന്നൊക്കെ പറയും. പിന്നെ ഗൈസ് നമുക്ക് കുറച്ച് ഒരു കുപ്പി വെള്ളം വേണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണാം ഗൈസ്. നമുക്കിത് ഇത് കോൺഫ്ലവർ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാം ഗൈസ്. ഗൈസ് ഇത്രയും മതി ഗൈസ് നമുക്ക്. ഗൈസ് പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യണം ഗൈസ്. ഗൈസ് ഇതുണ്ടോ കയ്യിലേക്കൊക്കെ ഇപ്പോഴേ ഇങ്ങനെ ഇത് കണ്ടോ, ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോവാം, കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുമെങ്കിലും ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്യണം ഗൈസ്. ഇത് ഇപ്പം തന്നെ ഒരു ക്രഷായി ആവുന്നുണ്ട് ഗൈസ്. ഭയങ്കര കട്ടിയാണ് ഗൈസ് ഇത് പിടിക്കാൻ തന്നെ കോൺഫ്ലവർ. അപ്പം ഗൈസ് നമുക്കിത് മിക്സായി റെഡി ആയിട്ട് കാണാം ഗൈസ്. നമ്മളിത് ഒബ്ലക്ക് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾക്കിത് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഇടിച്ച് കാണിച്ചു തരാം ഗൈസ്. അപ്പം ഗൈസ് അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഈ കളർ ഒന്ന് ചേർക്കാം ഗൈസ്. ഇതുണ്ട്, ഇതിൻ്റെ അകത്തേക്ക് ഈ കളർ പോകുന്നില്ല, ഇത്രയും കളർ മതി ഗൈസ്. നമുക്കിനി ഇത് പയ്യെ ഇങ്ങനെ ചെയ്തങ്ങ് ഇളക്കി അങ്ങ് എല്ലാത്തിലും വരുത്തിക്കണം ഗൈസ് ഇത് ഫുള്ള്. ഇപ്പം ഗൈസ് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണ് ഗൈസ്. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതുണ്ട്, ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വെറും ഒരു വെള്ളം പോലെ കളിക്കും, പക്ഷെ അത് കുറച്ചുകൂടി ഹാർഡായി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇടിക്കുമ്പോഴൊക്കെ നമ്മുടെ കൈ വേഗിലേക്ക് ബൗൺസായി പോകുന്നത് നമുക്ക് കാണാം ഗൈസ്. പിന്നെ ഗൈസ് ഇത് ഈ കളറൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര പണിയാണ് ഗൈസ്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കലും പണി, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കളിക്കാൻ ഭയങ്കര രസമാണ്. ഇനി നമുക്ക് കളിക്കുന്ന കുറച്ച് വീഡിയോസ് കാണാം ഗൈസ്. നമുക്കിത് വെച്ച് കളിക്കാം ഗൈസ്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഭയങ്കര ശക്തിയിലൊരു പഞ്ച് കൊടുക്കാൻ പോവാണ് ഗൈസ്. ഗൈസ് എത്ര ഇടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമ്മളിതാ പയ്യെ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കുഞ്ഞു പോവും. നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ അങ്ങ് ഒലിച്ചു പോകും ഗൈസ്. പിന്നെ നമുക്ക് ഈ കൈ കൊണ്ടൊന്ന് കുത്തി നോക്കാം ഗൈസ്, എന്ത് പറ്റുമെന്ന് ഭയങ്കര സ്പീഡിൽ. ഞാനിതാ ഇങ്ങനെ എടുക്കുക. ഗൈസ് ഇനി നമുക്കൊരു ഫിംഗർ വെച്ച് നോക്കിയാൽ നമ്മുടെ ഫിംഗർ അങ്ങ് താന്നു പോകും ഗൈസ്. ഗൈസ് ഇനി നമുക്കിതൊരു വെച്ച് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇതിങ്ങനെ ഗൈസ് നമ്മൾ ശക്തി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളോട് പോരാടും ഗൈസ്. ഗൈസ് നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് ഉരുട്ട് ഒരു ബോൾ പോലെ ആക്കാം ഗൈസ്. നമുക്കിതൊരു ക്രിക്കറ്റ് ബോൾ പോലെ ആക്കാം ഗൈസ്, പക്ഷേ കളിക്കാൻ പറ്റൂല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാനിതാ ഇങ്ങനെ കട്ട പോലെ ആക്കിയെങ്കിലും കയ്യിലേക്ക് മെല്ലെ വെച്ച് കഴിയുമ്പോൾ ഇതാ ഗൈസ് ഇതങ്ങ് അലുത്തങ്ങ് പോവും ഗൈസ്. നമ്മൾ ഈ കയ്യിൽ നിന്ന് ഇങ്ങനെ പറിച്ച് കളയാൻ നോക്കി അത് അവിടെ സെറ്റാകും. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ കുറച്ച് നേരം വെക്കണം ഗൈസ്, അപ്പോൾ ഇത് പോവുള്ളൂ ഗൈസ്. ഇത് വേണമെങ്കിൽ കാലൊക്കെ വെച്ച് ചവിട്ടാം, പക്ഷേ ഈ പാത്രത്തിന് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം കാല് വെച്ച് ചവിട്ടുന്നില്ല ഗൈസ്. ഇതിപ്പം നമ്മൾ എത്ര പവർ ഇതിൻ്റെ മുകളിലേക്ക് അടിക്കുന്നു അതിനനുസരിച്ച് ഇത് നമുക്ക് അകത്തേക്ക് പോകാത്ത രീതിയിൽ ചെയ്യും. നമ്മളിത് പയ്യെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇപ്പം ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കൈ പോകുന്ന പോലെ ഉണ്ട് ഗൈസ്. നമ്മളിതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഗൈസ് കൈ ഇതിൽ നിന്ന് എടുക്കാനാണ് ഗൈസ് പണി. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചു ഗൈസ്. നമുക്ക് ഇത് കുറച്ച് നമ്മുടെ കൈ ഒന്നാവട്ടെ ഗൈസ്. നമ്മുടെ കൈ ആയിട്ടുണ്ട്, നമുക്കിന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഇതുണ്ടോ, ഇതിങ്ങനെ ഒലിച്ചങ്ങ് പോയിക്കോളും. പക്ഷേ ഇപ്പം ഞാനിതാ ഇങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇതിവിടെ സെറ്റായി പോകും. ഇതിപ്പോൾ നിങ്ങൾ തുള്ളിയാന്ന് കാണുവാണെങ്കിൽ തുള്ളിയല്ല, ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കേണ്ടതാണ് ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾ ഈ ടേബിളിലേക്ക് നോക്കി, ഇവിടേക്ക് ഞാനിങ്ങനെ കൈ എടുത്തപ്പോൾ ഇവിടെ തെറിച്ചായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളൊക്കെ ഓർക്കൊരു കട്ടയാണ്, പക്ഷെ ഇത് ഗൈസ് കട്ടയല്ല,
കണ്ടോ, ഇങ്ങനെ ആയിപ്പോവും. ഗൈസ് ഞാനിതാ അവിടെ നിന്നൊരു കല്ല് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മൾ ഇതിലേക്ക് ഇനി, എനിക്കറിയാം നിങ്ങൾ ഇതിൻ്റെ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന്. നമ്മൾ ഇതിലേക്ക് ആരും ചെയ്യാത്തൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഈ കല്ല് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നോക്കിയാലേ മുങ്ങിപ്പോവോ അല്ലെങ്കിൽ ബൗൺസ് ചെയ്യുമോയെന്ന് കാണാം. എന്തായാലും എനിക്ക് ഒറ്റൊരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇടിച്ചിട്ട് ഇവിടെ തന്നെ വീണിട്ട് മുങ്ങിപ്പോകുന്നു. പക്ഷെ ഇവിടെ ഇടിച്ചാൽ അത് താന്നു പോകില്ല. അപ്പം ഗൈസ് ഞാൻ എറിയാൻ പോവാണ് ഗൈസ് ഇതിൻ്റെ അകത്തേക്ക്. ഗൈസ് ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, ഇവിടെ അടിച്ചിട്ട് അതിന്റെ പവർ കാരണം തെറിച്ചിതാ ഇങ്ങോട്ടേക്ക് പോയി ഗൈസ്. ഗൈസ് ആ കല്ലങ്ങ് തെറിച്ചു പോയിട്ടുണ്ട് ഗൈസ്. അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇറ്റ്സ് മീ റയാൻ ഫ്രം റയാൻ റോക്ക് സൈനിങ് ഔട്ട്.